ഇപ്പോൾ ശ്രീമതി കെ രമ MLA ടെലിഫോൺ ലൈനിന്റെ MLA വളരെ ഗുരുതരമായ അടുത്തൊരു പരാതി കൂടി വന്നിരിക്കുകയാണ്. നിലവിലത്തെ പരാതിയിൽ തന്നെ പോലീസിന് മുമ്പിൽ വരാൻ തയ്യാറാകാതെ ഒളിച്ചോട്ടത്തിലാണ് രാഹുൽ. അതിനിടയിലാണ് അതീവ ഗുരുതരമായ ആരോപണങ്ങളുമായി മറ്റൊരു പരാതി വരുന്നത്. ഇപ്പോൾ KPCC നേതൃത്വം അത് പോലീസിനെ കൈമാറിയാൽ ഉടൻ തന്നെ പോലീസ് അതിലും നടപടി സ്വീകരിക്കാൻ പോവുകയാണ്. ഈ MLA പദവി രാജിവെക്കണം, നിയമത്തിന് മുന്നിൽ കീഴടങ്ങാൻ തയ്യാറാവണം, ഇതൊക്കെയല്ലേ ഒരു ഉത്തരവാദിത്തം എന്നുള്ള ആ വാക്ക് ഉപയോഗിക്കേണ്ട ഒരു വ്യക്തി ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഒരു സംശയവുമില്ല. ഒരു പ്രാവശ്യം രണ്ട് പരാതി ഒരുപാട് പ്രാവശ്യം ഒന്നും ഉയർന്നു വരണ്ട, ഏറ്റവും ഗൗരവമായ പരാതികളാണ് ഉയർന്നു വരുന്നത്. അപ്പോൾ ആരോപണ വിധേയരായവർ തീർച്ചയായിട്ടും അത്തരം സ്ഥാനങ്ങളിൽ തുടരാനേ അർഹരല്ല. അവർ ആ സ്ഥാനങ്ങൾ ഒഴിയേണ്ടതാണ്. അതുപോലെ തന്നെ നിയമ നടപടികൾ നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കേണ്ടതുമാണ്. ഇതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം. കേരള പോലീസും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ള ചോദ്യമുണ്ട്. എവിടെ ഒളിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥയൊന്നും നമുക്ക് തോന്നുന്നില്ല. ഏതായാലും അറസ്റ്റ് ചെയ്യണം. ആ സ്ഥാനത്ത് ഇനി ഒട്ടും തുടരുന്നതിന് യോഗ്യനല്ല, അർഹനല്ല. ആ സ്ഥാനം രാജിവെക്കണം. ഇപ്പോൾ കെ മുരളീധരന്റെ വാക്കുകൾ കേട്ട് കാണുമല്ലോ. അതായത് തങ്ങൾ ഒഴിവാക്കിയത് പോലീസിന്റെ ഉത്തരവാദിത്വം എന്നാണ്. അങ്ങനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ കഴിയും. ഇപ്പൊ ഈ ആദ്യ ആരോപണം വന്നപ്പോൾ സസ്പെൻഷൻ എന്നാൽ പുറത്താക്കൽ എന്നതാണ് ഒരു ന്യായീകരണമായി പറയുന്നത്. ആ MLA സ്ഥാനം രാജിവെക്കണമെന്ന അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യം, അത് വ്യക്തിപരമായ തീരുമാനമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാതെ അത് രാജിവെക്കണം, ആ സ്ഥാനം ഒഴിയണമെന്ന് ശക്തമായ ഒരു തീരുമാനമെടുക്കാൻ പോലും കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നില്ല. അല്ല, കോൺഗ്രസ് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി നല്ല നിലപാടെടുത്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തുടക്കം കാരണം വെച്ചാൽ ഒരു ആരോപണം ഉയർന്നു വന്ന ഉടനെ തന്നെ ആ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഏറ്റവും മാതൃകാപരമായ നടപടി ആദ്യ ഘട്ടങ്ങളിൽ തന്നെ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും നമ്മൾ കാണാത്ത നിലപാട് തന്നെയാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് എന്നത് തന്നെയാണ് എനിക്ക് അക്കാര്യത്തിലുള്ള അഭിപ്രായം. പക്ഷെ ഇനി എത്രയും വേഗം രാജി ചോദിച്ചു വാങ്ങുക എന്നത് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്യേണ്ടത്. ശരി, വളരെ നന്ദി ശ്രീമതി കെ രമ പ്രതികരണം അറിയിച്ചതിന്.